Giving our glory and honor to the Lord Almighty for this blessed privilege to see you once again and to worship the Lord along with all of you and to speak from God's word. നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കാണുവാനും ഇവിടെ നിന്ന് ദൈവവചനം സംസാരിക്കാനും കൂട്ടായ്മ അനുഭവിക്കാനും എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തോട് വീണ്ടും നന്ദിയുള്ളവനാണ്. And I extend my heartfelt gratitude to the assembly for allowing me to be here. നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ എനിക്ക് അനുവാദം തന്ന ഈ പ്രിയ അസംബ്ലിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. Since I shared my testimony yesterday, I'm not planning to go back into it. എൻ്റെ സാക്ഷ്യം ഞാൻ ഇന്നലെ പങ്കിട്ടുകൊണ്ട് ഇന്ന് അത് ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. Do remember my prayer request? ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Pray for my spiritual growth, that I would stay strong in Christ always. എൻ്റെ ആത്മീക വളർച്ചയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൽ എന്നും നല്ല ദൃഢ നിശ്ചയമുള്ളവനായിട്ട് ഇരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. Pray for my family, my wife and 2 boys. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. And pray for my ministries back in Chennai, also in US, and God willing next 1.5 months in UAE. ഞാൻ ചെന്നൈയിലും അതുപോലെ അമേരിക്കയിലുമുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്ത 2-2.5 മാസക്കാലം ഞാൻ ഒന്നര മാസക്കാലം UAE-യിൽ പോയി ശുശ്രൂഷ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. And also pray for my future plan to build the counseling center in Chennai. ചെന്നൈയിൽ ഒരു കൗൺസിലിംഗ് സെന്റർ ആരംഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ഓർത്തും പ്രാർത്ഥിക്കണമേ. And also pray for my studies at Moody Bible Institute as I study trauma informed mental clinical health counseling. ഞാൻ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രോമ ഇൻഫോംഡ് കെയറിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗിലാണ് പഠിക്കുന്നത്. എൻ്റെ പഠനത്തെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. And also studying back in India, MA in family life education. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഞാൻ ഫാമിലി ലൈഫ് എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ആ പഠനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. So pray that I would be able to complete everything on time and stay for God's glory. എല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാനും തുടർന്ന് ദൈവ ശുശ്രൂഷയിലായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. And pray for both our fathers, my father serving the Lord in Trivandrum and my wife's father serving the Lord in Nadigani, Ernakulam. എൻ്റെ പിതാവ് തിരുവനന്തപുരത്ത് സുവിശേഷ വേലയിലായിരിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പിതാവ് എറണാകുളത്ത് സുവിശേഷ വേലയിലായിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. I'm not asking you to pray for me always. എപ്പോഴും എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. Pray for me whenever you remember me. നിങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. Try not to forget me. എന്നെ മറക്കാതെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർക്കുന്നു. So for a short meditation, I would like to call your attention to Matthew chapter 7 and read verses 24 to 29. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Matthew 7:24 to 29. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. Therefore, whoever hears these sayings of mine and does them, I will liken him to a wise man who built his house on the rock. And the rain descended, the floods came, and the winds blew and beat on the house, and it did not fall, for it was founded on the rock. But everyone who hears these sayings of mine and does not do them will be like a foolish man who built his house on the sand. And the rain descended, the floods came, and the winds blew and beat on that house, and it fell. And great was its fall. And so it was, when Jesus has entered these sayings, that the people were astonished at his teaching. For he taught them as one having authority, and not as the scribes. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. Now the verses we read is the climax
of the Sermon on the Mount of our blessed Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ അവസാനത്തെ ചില വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. And I would like to entitle my sermon as Examining Your Foundation. നമ്മുടെ അടിസ്ഥാനത്തെ ഒന്ന് പരിശോധിക്കുക എന്നുള്ള ശീർഷകമാണ് ഞാൻ കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. Now here, the Lord Jesus Christ was on a small mountain on the land of Galilee, and he was addressing to his followers. കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാവുന്ന പശ്ചാത്തലം അറിയാവുന്ന പോലെ ഒരു ചെറിയ മലമേലിരുന്ന് തന്റെ ശിഷ്യന്മാരെയും തന്നെ അനുഗമിക്കുന്നവരെ എല്ലാം അഭിസംബോധന ചെയ്യുകയായിരുന്നു. There was always a large crowd following Lord Jesus Christ. കർത്താവ് പോയ സ്ഥലത്തൊക്കെയും വലിയ ഒരു പുരുഷാരം അവന്റെ പുറകെ ഉണ്ടായിരുന്നു. Some wanted to hear the wonderful words of life proceeded from his mouth. ജീവന്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി അനേകർ കർത്താവിനെ അനുഗമിച്ചു. Some wanted to see some miracle that he is performing. ചിലരൊക്കെ കർത്താവിനെ അനുഗമിച്ചത് അവൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കാണുവാനാണ്. Some wanted to see how he is going to make the revolution and overthrow the Romans and become the king of the land of Israel. അതുമാത്രമല്ല റോമൻ അധികാരത്തിനെതിരെ എങ്ങനെ ഒരു വലിയ വിപ്ലവം കർത്താവ് നയിക്കും എന്ന് കാണുവാനും ആഗ്രഹിച്ചവർ ഈ കൂട്ടത്തിൽ. Some indeed followed him for bread. ചില ആളുകൾ ആഹാരത്തിന് വേണ്ടി കർത്താവിന്റെ പുറകെ പോയി. Now the Sermon on the Mount, if you just read it all together, 3 chapters, chapter 5, 6 and 7 of Matthew, it would just take 15 minutes for us to read it. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഗിരിപ്രഭാഷണം വായിച്ചു തീർക്കാൻ ഏതാണ്ട് 15 മിനിറ്റ് മതി നമുക്ക്. So this is not the whole sermon that Jesus preached. കർത്താവ് ആ ഗിരിപ്രഭാഷണത്തിൽ ചെയ്ത പരിപൂർണമായ പ്രഭാഷണം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. But it is the summary of everything that Jesus meant to speak. കർത്താവ് അന്ന് സംസാരിച്ച കാര്യങ്ങളുടെ ഒരു വലിയ ആകത്തുകയാണ് ഈ 3 അധ്യായങ്ങളിൽ കാണുന്നത്. Written from the memory of Matthew, who was indeed listening to these sermons. ഈ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മത്തായി തന്റെ ഓർമ്മയിൽ നിന്ന് രേഖപ്പെടുത്തിയ വാക്കുകളാണത്. Now, something that catch my attention in verse 29, he taught like one who is having the authority. ഈ വാക്കുകളിൽ നിന്ന് എന്നെ വളരെയധികം എന്റെ ശ്രദ്ധ ക്ഷണിച്ച ഒരു വാക്യം ഇതാണ്: അവൻ അധികാരമുള്ളവനായിട്ട് അത്രേ പഠിപ്പിച്ചു. Now the scribes who were the teachers of that day, ആ സമയത്തെ ഉപദേഷ്ടാക്കന്മാരായ ശാസ്ത്രിമാർ, their authority came from some great teachers than them. ആ ശാസ്ത്രിമാരുടെ അധികാരം വന്നത് അവരെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് പഠിപ്പിക്കുവാൻ കഴിവുള്ളവരിൽ നിന്നാണ്. So very often they caught some other authors and writers and great teachers and say so and so said, so this is what it is meant. അവരുടെയൊക്കെ പ്രഭാഷണവും പ്രസംഗ ശൈലി എന്ന് പറഞ്ഞാൽ തങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന എഴുത്തുകാര്, പ്രാസംഗികർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ വീണ്ടും അവർ ഉച്ചരിച്ചുകൊണ്ടാണ് അവർ പഠിപ്പിക്കുന്നത്. But when Jesus was saying, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചു, there's a repeated statement that he said. കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. You have heard it saying, നിങ്ങൾ ഇപ്രകാരം കേട്ടിട്ടുണ്ടല്ലോ, but I say to you. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. Now the authority of Jesus was not coming from someone else. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരം വേറൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കൈമാറി വന്നതല്ല. He had his own authority. തനിക്ക് തന്നിൽ തന്നെ ഒരു അധികാരമുണ്ടായിരുന്നു. And out of the authority that he had, being the creator of the entire universe and sustainer, he is speaking to his own creation on the Sermon on the Mount. ഈ ഗിരിപ്രഭാഷണത്തിൽ ഈ ലോകത്തിന്റെ പരിപൂർണ സൃഷ്ടാവ് എന്ന നിലയിലുള്ള ആ അധികാരത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് കർത്താവായ യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചത്. And the people loved listening to him. അവിടെയുള്ള ആളുകൾ കർത്താവിന്റെ പ്രസംഗം കേൾക്കുവാൻ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. They astonished in his words. അവര് അതിശയിച്ചു പോയി തന്റെ പ്രസംഗം കേട്ട്. And Jesus himself knew it. കർത്താവിനെ നന്നായി അറിയാമായിരുന്നു. Now that is the reason why he brought that illustration of building the house in order to speak to his audience. ഈ കാരണങ്ങളാലാണ് തന്റെ പ്രസംഗം കേൾക്കുവാൻ വന്നവരുടെ മുമ്പിൽ ഒരു വീട് പണിയുന്ന ഒരു ഉപമ എടുത്ത്, ആ ഉദാഹരണം എടുത്ത് കർത്താവ് അവിടെ പ്രയോഗിച്ചത്. In order to remind them, listening is not good enough. അതിന്റെ കർത്താവ് ഉദ്ദേശിച്ചത് ഈ പ്രസംഗം എല്ലാം ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് പറയുവാനാണ്. If you are not willing to act upon what you are listening, നിങ്ങൾ എന്താണോ കേൾക്കുന്നത് ആ കേൾക്കുന്നതിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ, you are absolutely wasting your time, energy walking after me. എന്റെ പ്രസംഗം കേട്ട് വെറുതെ കേൾവി മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം കളയുകയാണെന്നാണ് കർത്താവ് പരോക്ഷമായി പറയുന്നത്. Now I want to just stay focused on these two houses and their builders. ഈ രണ്ട് വീടുകളെയും ഈ രണ്ട് വീടുകൾ നിർമ്മിച്ച അവന്റെ ശില്പികളെ കുറിച്ചാണ് എനിക്ക് ചിന്തിക്കുവാനുള്ളത്. Now
there are certain similarities and differences that these houses had. ഈ രണ്ട് വീടുകൾ തമ്മിൽ ചില സമാനതകളുണ്ട്, ചില വ്യത്യാസങ്ങളും ഉണ്ട്. Now these two houses either pointing, it is indeed pointing out to our life, ഈ രണ്ട് വീടുകളും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്കാണ് വിരൽ and ചൂണ്ടുന്നത്. it can also point out to our families. നമ്മുടെ കുടുംബങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടാം. And there can be so much attack happening in our personal lives as well as family lives. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. The number one place where the devil would try to attack his families. സാത്താൻ ഏറ്റവും കൂടുതൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. Once he is successful in destroying the concept of family life as introduced in God's word, കുടുംബ ജീവിതം ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന കുടുംബ ജീവിതത്തെ തകർത്ത് കളയുവാൻ അവിടെ പിശാച് വിജയം കൈവരിച്ചാൽ, then the entire system, he can just destroy it. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അത് വ്യാപിച്ച് പരിപൂർണ നാശം വരുത്തുവാൻ അവന് കഴിയും. It is indeed the strong families built the strong societies. കാരണം നമുക്കറിയാം, നല്ല ഉറപ്പുള്ള കുടുംബങ്ങളാണ് ഉറപ്പുള്ള സമൂഹങ്ങളെ പണിയുന്നത്. And the strong society indeed built a strong nation. അങ്ങനെ ഉറപ്പുള്ള സമൂഹങ്ങളാണ് ഉറപ്പുള്ള രാഷ്ട്രങ്ങളെ പണിയുന്നത്. And when the families lose their light, the personal lives will indeed lose their lights too. കുടുംബ ജീവിതത്തിലെ പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ അത് ആ കുടുംബത്തിലെ വ്യക്തിപരമായിട്ടും അംഗങ്ങളെ അത് ബാധിക്കും. So it is personally we build ourselves, and along with that we build our families too. നമ്മൾ വളരുന്നതോടൊപ്പം വ്യക്തിപരമായിട്ട് നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളും വളരുന്നത്. Now this is an important message as far as your personal life is concerned, your family life is concerned. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. Similarity number 1. ആദ്യത്തെ സമാനത. Now both groups, രണ്ട് കൂട്ടരും they were following Jesus in order to listen from him. കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ വളരെ താല്പര്യപ്പെട്ട് അവന്റെ പുറകെ പോയവർ. We read that in verse 24 as well as 26. 24 26 വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. Whoever hears these sayings of mine, and the same statement you find in verse 26 as well. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനെന്ന് പറഞ്ഞ അങ്ങനെയുള്ള രണ്ട് വിശദീകരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Now both groups listened to the same sermons, same words spoken by Lord Jesus Christ. രണ്ട് തരത്തിലുള്ളവരും അവര് കേട്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. Both had that energy to go after him, to listen to his voice. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാനും പ്രസംഗം കേൾക്കുവാനും അവന്റെ പിൻപേ പോകുവാനുള്ള ആ ഒരു മനസ്സൊരുക്കവും എനർജി അവർക്കുണ്ടായിരുന്നു. If I say in contemporary terminologies, ഞാൻ ഇപ്പോഴത്തെ ആനുകാലിക ഭാഷയിൽ പറഞ്ഞാൽ, both the families or both the persons were willing to go to the church regularly, attend worship, prayer meeting, everything being active out there. രണ്ടു കൂട്ടരും സഭയിൽ പോകുവാനും പ്രാർത്ഥനാ യോഗങ്ങൾക്കും ആരാധനയ്ക്കും ഒക്കെ പോകുവാൻ വളരെ തയ്യാറെടുപ്പുള്ളവരായിരുന്നു. Now the second similarity, രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ ഇവർ തമ്മിലുള്ള സമാനത കാണുന്നത്, both began to build. രണ്ടുപേരും പണിയുവാൻ തുടങ്ങി. Both listening to Lord Jesus Christ, they had a vision for themselves, they had an intention in themselves, and they decided we are going to act upon our vision and intention in order to build it up. കർത്താവിന്റെ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഇത് പണിയണം എന്നുള്ള, ഞാൻ എൻ്റെ ജീവിതം അല്ലെങ്കിൽ വീട് പണിയുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ അത് പണിയുന്നതിനെ കുറിച്ചുള്ള ഒരു ദർശനവും നല്ല ഉദ്ദേശവും അവർക്കുണ്ടായി. Both groups were not passive, but they were active. രണ്ടു കൂട്ടരും കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുന്നവരും കേൾക്കാത്തവരും വളരെ ശ്രദ്ധയോടെ വളരെ ആക്റ്റീവായിരുന്നു. Willing to be in the ministry, willing to serve the Lord, willing to take care of the family, being everything good in every sense. സുവിശേഷ വേലയിൽ വ്യാപൃതരാകുവാനും സഭയുടെ കാര്യങ്ങൾ നോക്കുവാനും കുടുംബകാര്യങ്ങൾ നോക്കുവാനും ഒക്കെ താല്പര്യമുള്ളവരാണ്. Now the third similarity, മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, both houses looked almost the same. രണ്ട് വീടുകളും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. Because it was almost in the same location, you don't find much differences out there. കാരണം ആ രണ്ട് വീടുകളും പണിയപ്പെടുന്നത് ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഒരു വ്യത്യാസവും പുറമേ നോക്കിയാൽ കാണത്തില്ല. Same structure, almost same design, and you visibly same strength. നല്ല രൂപകൽപ്പന ചെയ്തത്, കാണാൻ നല്ല ഭംഗിയുള്ളത്, നോട്ടത്തിൽ നോക്കിയാൽ രണ്ടിനും നല്ല ബലമുണ്ടെന്ന് തോന്നും. Now the only difference was on the foundation. അവിടെ ഒറ്റ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വ്യത്യാസം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അടിസ്ഥാനത്തിലായിരുന്നു. Other than the foundation, both houses looks alike. ആ അടിസ്ഥാനം മാറ്റി കഴിയുകയാണെങ്കിൽ രണ്ട് വീടുകളും ഒരുപോലെ ആയിരിക്കുന്ന കാണാൻ. And the fourth similarity, നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, both houses faced the same storm.
ഈ രണ്ട് വീടുകളും അഭിമുഖീകരിച്ചത് ഒരേ കൊടുങ്കാറ്റും മഴയും വെള്ളപ്പൊക്കവുമാണ്. The rain, flood, and the winds. മഴ പെയ്തു, വെള്ളം പൊങ്ങി, ശക്തമായ കാറ്റ് വടിച്ചു. Pressure from above, pressure from down, and pressure all around. മുകളിൽ നിന്ന് സമ്മർദ്ദം, താഴെ നിന്ന് സമ്മർദ്ദം, അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള സമ്മർദ്ദം. Now both groups face the same storm. രണ്ട് കൂട്ടരും ഒരേ കൊടുങ്കാറ്റാണ് അവര് അഭിമുഖീകരിച്ചത്. There is no difference between believers and unbelievers when we go through the similar kinds of catastrophe in this world. നമ്മുടെ ജീവിതത്തിലെ വലിയ സംഘർഷങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവരും നേരിടുന്ന, നമ്മളെല്ലാവരും നേരിടുന്നത് ഒരേ പ്രയാസങ്ങളൊക്കെ തന്നെയാണ്. And if we believe in Lord Jesus Christ, He is not taking out of the storm and placing us in heaven and say, okay, you remain here. വിശ്വാസികളെ സംബന്ധിച്ചോളം കർത്താവിനെ അറിയാവുന്നതുകൊണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ നിന്നെടുത്ത് നേരെ സ്വർഗത്തിൽ കൊണ്ട് നടുക അല്ല ചെയ്യുന്നത്. We'll have to still go through the storm. തീർച്ചയായിട്ടും ആ കൊടുങ്കാറ്റിലൂടെ നമ്മളും സഞ്ചരിച്ചേ മതിയാകുകയുള്ളൂ. And as yesterday I said, God is not going to remove the high hills, but He is going to give us strength so that we will be able to walk up to the high hill. നമ്മുടെ മുമ്പിലുള്ള വലിയ മലയുടെ മുകളിൽ പോകുവാനുള്ള ആ യാത്രയിൽ ആ മല പരിപൂർണമായിട്ട് അവിടുന്ന് മാറ്റാതെ ആ മല കയറുവാൻ പരിപൂർണമായിട്ട് അതിന്റെ മുകളിൽ ചെല്ലുവാനുള്ള ബലം കർത്താവ് നമുക്ക് തരുമെന്ന് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. So these are the four similarities that you can point out to these two houses. ഈ രണ്ട് വീടുകളെയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. But the crucial part of these houses are in their differences. എന്നാൽ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ രണ്ട് വീടുകൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. And let me focus on those differences that is going to define who they are. ഈ വീട് പണിത വ്യക്തികളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ആരാണ് എന്ന് ചിത്രീകരിക്കുന്നതിൽ നിന്ന് ഈ വ്യത്യാസങ്ങളെ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. The first difference, ആദ്യത്തെ വ്യത്യാസം, the first group was willing to do it according to what was said by the Lord. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് അനുസരിച്ച് തന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ളവരായിരുന്നു. Whereas the second group was focusing on building it their own ideas. എന്നാൽ രണ്ടാമത്തെ വീട് പണിയുന്ന ആളുകള് കർത്താവിന്റെ വാക്കുകൾ കേട്ടു, പക്ഷെ അവരുടെ സ്വന്തം ബുദ്ധി പ്രകാരമാണ് വീട് പണിയുവാൻ. Both of them listened to the same instructions. രണ്ടു കൂട്ടരും ശ്രദ്ധിച്ചത് ഒരേ പ്രസംഗത്തിലാണ്, ഒരേ നിർദ്ദേശങ്ങളെയാണ്. But when they decided to build it, എന്നാൽ പണിയേണ്ടിയ ആ ഘട്ടം വന്നപ്പോൾ the first group was very careful to make it sure that I'm building my life, I'm building my family according to the divine instructions that is given by the Lord. കർത്താവ് യേശുക്രിസ്തു നൽകിയ ദൈവികമായ നിർദ്ദേശങ്ങളെ അനുസരിച്ച് വീട് പണിയുവാൻ ആദ്യത്തെ ഗ്രൂപ്പ് തുനിഞ്ഞു. And the second group was so much focusing on their emotions, their planning, their intellectual power in order to build a house that is their own. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ വ്യത്യാസം, അവരും വീട് പണിയുവാൻ തീരുമാനിച്ചു, പണി തുടങ്ങി, പക്ഷേ അവരുടെ ആശയങ്ങളും അവരുടെ വിചാരങ്ങളെ ആസ്പദമാക്കി മാത്രമാണ് അവർ പണിയുവാൻ തുടങ്ങിയത്. Being active does not mean that we are obedient. വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് അനുസരണമുണ്ടെന്നല്ല. Remember Saul? ശൗലിനെ ഓർത്ത് God asked Saul to go and kill all the Amalekites. സകല അമാലേക്യരെ നിഗ്രഹിക്കണമെന്ന് യഹോവയായ ദൈവം ശൗലിന് കൽപ്പന കൊടുത്തു. And he came with the king as well as the best of the animals. അവിടുത്തെ രാജാവായിട്ടും ആ പടയാളികളും ഒക്കെ ആയിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി മുമ്പോട്ട് ചെന്നു. And he said, I'm going to offer these animals to God. ഞാൻ അവിടുന്ന് കുറെ മൃഗങ്ങളെ എല്ലാം എടുത്തിട്ട് പറഞ്ഞു, ഞാനിത് ദൈവത്തിന് കൊടുക്കാൻ പോകും. I'm going to offer it sacrifices unto God. ഞാൻ ദൈവത്തിനൊരു യാഗമായിട്ട് ഈ മൃഗങ്ങളെ എല്ലാം അർപ്പിക്കാൻ പോവുകയാണ്. And Samuel said, എന്നാൽ ശമൂവേൽ എന്താണ് പറഞ്ഞത്? obedience is better than sacrifice. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ നല്ലതാണ്. And God is not going to be worried about all the sacrifices that you offer. നമ്മൾ കഴിക്കുന്ന എല്ലാ യാഗങ്ങളും ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിലൊന്നും അല്ല ദൈവത്തിന്റെ ശ്രദ്ധ. The one who wants everything, will he be satisfied with my sacrifices and service unto him? സകലതും നിയന്ത്രിക്കുന്ന സകലത്തിന്റെ ഉടമസ്ഥന്റെ മുമ്പിൽ കൊണ്ടുപോയി എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? He wants everything. സകല കാര്യങ്ങളും നമ്മുടെ കർത്താവിന്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണ്. And the entire world stay under his command, and whatever he says, the entire world will obey. നമ്മുടെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സൃഷ്ടി മുതൽ തന്നെ ഈ ലോകം മുമ്പോട്ട് പോവുകയാണ്. But then how can we honor him by giving something, offering sacrifices or worship, than the obedient life that we may offer unto him? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന എന്താണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്
കർത്താവിനോടുള്ള നമ്മുടെ അനുസരണമാണ്. That's why Paul wrote in Romans chapter 12. പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതുന്നു, offering yourself as living sacrifices. ജീവനുള്ള ആരാധന നിങ്ങളെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ പ്രസാദമായിട്ട് അർപ്പിക്കണം. So being active is not enough. നമ്മൾ വളരെ ശുഷ്കാന്തിയുള്ളവരായിട്ട് ഇരിക്കാൻ അതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. We have to make sure I'm being obedient to God's word, not trusting my emotions and my feeling. അതോടൊപ്പം തന്നെ എൻ്റെ വിചാരത്തെയും എൻ്റെ വികാരങ്ങളെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ കഴിവിനെയും ആശ്രയിക്കാതെ കർത്താവായ യേശുക്രിസ്തു ദൈവവചനത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമീപനമാണ് ഞാൻ ചെയ്യേണ്ടത്. This is a very dangerous generation that we live. നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. Because where the world says you are what you think and you feel. കാരണം ലോകം നമുക്ക് നിരന്തരമായിട്ട് തന്നിരിക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്, അതാണ് സത്യം. Oh, that's not reality. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. There's a divine creator and designer. കാരണം ദൈവികമായ ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. And he is the one who should tell us who we are and what we should do. നമ്മൾ ആരാണെന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് സൃഷ്ടാവായ ദൈവമാണ് നമ്മളോട് പറയേണ്ടത്. I feel and I think does not mean that I am true about it. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെയാ തോന്നുന്നത്, എൻ്റെ ഒരു ഫീലിംഗ് ഇതാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും അത് സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. Number 2. രണ്ടാമത്തെ കാര്യം, God's activity in their lives. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും ജീവിതത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാം. Now in verse 24 you read, I will liken him. 24-ാം വാക്യത്തിലെ കർത്താവ് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ പോവുകയാണ്. I will liken him. I will make him. 24-ാം വാക്യത്തിൽ പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യനോട് ഞാൻ തുല്യനാക്കാൻ പോവുകയാണ്. Verse 26 you don't find that. എന്നാൽ 26-ാം വാക്യത്തിൽ ആ തുല്യമാക്കുന്നതിനുള്ള ആ പ്രയോഗം നമ്മൾ കാണുന്നില്ല. It is absent there. അത് അവിടെ ആ ഒരു വിശദീകരണം അവിടെ ഇല്ല. Why? എന്തുകൊണ്ടാണ്? Now when I decide to obey God according to what he says, ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ഞാൻ അനുസരിക്കുവാൻ തീരുമാനിച്ചാൽ, there is a divine help being provided in my life so that I would be able to do it according to his plan. അങ്ങനെ ഞാൻ തീരുമാനിക്കുമ്പോൾ ദൈവികമായ ഒരു സഹായം, ഒരു കൃപ എൻ്റെ ജീവിതത്തിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും എനിക്ക് കഴിയും. But when I trust in my feeling and my thinking, എൻ്റെ ആശയത്തിലും എൻ്റെ ചിന്തകളിലും വികാരങ്ങളിലും ഞാൻ ആശ്രയിച്ചാൽ, it's almost like denying God. അത് ദൈവത്തെ തള്ളി പറയുന്നതിന് തുല്യമല്ലേ? It is called practical atheism. അങ്ങനെയാണ് പ്രായോഗികമായ നിരീശ്വരവാദം എന്ന് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. It's almost like I believe in God. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എനിക്ക് ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ട്, I accept his existence, ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം, but I think I am the God of my life. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ദൈവം ഞാനാണ്. I decide what to do. എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. I have my freedom of thinking, I have my ability of planning, and I will just do it what I feel and what I think. എനിക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുവാനും നല്ല പദ്ധതികൾ ചെയ്യാനുള്ള കഴിവും ഒക്കെ എനിക്കുണ്ട്. Now when we come to that conclusion, അങ്ങനെ ഒരു സമാപനത്തിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ, we restrain God. ദൈവത്തെ നമ്മൾ ഒരു തരത്തിൽ പിടിച്ചു കെട്ടുകയാണ്. We restrain God, the Holy Spirit, from working in our lives. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മൾ വിലക്കുകയാണ്. We make God's word inactive in our lives. ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. We deny the divine wisdom in this world. ദൈവികമായ പരിജ്ഞാനം ഈ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് നമ്മൾ അവിടെ തടസ്സം സൃഷ്ടിക്കുക. In 1 Samuel 2 verse 30, God says, those who honor me, I will honor him. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. And in John 12:26, God says, if anyone serves me, him my Father will honor. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നു, ആരൊക്കെ എന്നെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു, എൻ്റെ പിതാവ് അവരെയും മാനിക്കും. It's so much important. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് To remind ourselves whether God is working in me or I am working for myself.
എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്ന ഒരു ജീവിതമാണോ അതോ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണോ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. The moment that we enter into our salvation experience, നമ്മൾ നമ്മുടെ രക്ഷാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ it's a covenantal connection that enter with God. നമ്മൾ ദൈവവുമായിട്ട് എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. And if we are willing to submit and surrender our entire life unto Him, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ദൈവത്തിന്റെ മുമ്പാകെ കീഴ്പ്പെടുത്തി വെക്കുവാൻ നമ്മൾ തീരുമാനിച്ചാൽ God will take care of it. ദൈവം നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളും. And when I deny it, എന്നാൽ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, ദൈവത്തെ നിരസിക്കുകയാണെങ്കിൽ I have to fight for myself. എനിക്ക് വേണ്ടി പൊരുതുവാനും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും ഞാൻ മാത്രമേ കാണുകയുള്ളൂ. All the storms that comes on my way, I have to fight it. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പാകെ വരുന്ന എല്ലാ കൊടുങ്കാറ്റും പ്രയാസത്തെ ഞാൻ തന്നെ തരണം ചെയ്യേണ്ടി വരും. I may have to walk on my high hills my own. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പാകെ നിൽക്കുന്ന വലിയ പർവ്വതങ്ങളെ ഞാൻ തന്നെ കയറേണ്ടി വരും. But when I'm willing to obey God, എന്നാൽ ദൈവത്തെ അനുസരിക്കുവാൻ ഞാൻ തീരുമാനിച്ചാൽ God says to us, ദൈവം നമ്മോട് പറയുന്നു, let's make a partnership. നമുക്കിത് ഒരുമിച്ച് ചെയ്താലോ. And God says, ദൈവം തുടർന്നും പറയുന്നു, I will do it. ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും. You just walk with me. നീ എൻ്റെ കൂടെ നടക്കുക മാത്രം ചെയ്താൽ മതി. You know, back when D.L. Moody listened to a preacher, the preacher said, D.L. Moody ഒരു പ്രാസംഗികന്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഇപ്രകാരം കേട്ടു. The preacher said, the world is yet to see how God is going to use a person who would completely commit himself into the hands of God. ആ പ്രാസംഗികൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവകരങ്ങളിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തില് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ലോകം ഇനി കാണുവാനിരിക്കുന്നതേ ഉള്ളൂ. And walking out of that hall, D.L. Moody said, God, I want to see in my life how you can use me. I'm surrendering my life to you. ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം D.L. Moody വീട്ടിലേക്ക് പോയപ്പോൾ താൻ പ്രാർത്ഥിച്ചു, ദൈവമേ അത് ശരിയാണെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. More than 2 million people believed in Lord Jesus Christ because of that one man. ആ മനുഷ്യന്റെ ശുശ്രൂഷയിലൂടെ 20 ലക്ഷത്തിലധികം ആളുകൾ കർത്താവിനെ രക്ഷാവായിട്ട് സ്വീകരിക്കുവാനിടയായി. Even after almost 140 years, the Moody Bible Institute stands in Chicago as a testimony to the faith and commitment of that one man. ആ തുടങ്ങിയതിന് ശേഷം 140 വർഷങ്ങൾക്ക് ശേഷവും ചിക്കാഗോയിലെ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ദൈവം ആ D.L. മൂഡിയുടെ ജീവിതത്തിൽ ചെയ്ത വലിയ പ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമായിട്ട് ഇന്നും അവിടെ നിലകൊള്ളും. When I'm willing to give myself, He is willing to use me. ഞാൻ എന്നെ തന്നെ ദൈവ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം തീർച്ചയായിട്ടും എന്നെ എടുത്ത് ഉപയോഗിക്കും. But as long as I want to keep the control in my hands, എന്നാൽ അത് മറിച്ച് സകല കാര്യങ്ങളുടെ നിയന്ത്രണം അതിന്റെ ചുക്കാൻ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ God will just leave us in our way. ദൈവം പിന്മാറിയിട്ട് പറയും, നീ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാൻ പറയും. The third one. മൂന്നാമത്തെ വ്യത്യാസം, The first person is called as wise man and the second one is called as the foolish man. ആദ്യത്തെ വീട് പണിത മനുഷ്യനെ ബുദ്ധിയുള്ള മനുഷ്യനെന്നും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മനുഷ്യർ പറയുന്ന അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്ന Foolish. മൂഢൻ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. According to Psalm 14 verse 1, 14 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, the fool says in his heart there is no God. ആരാ ദൈവമില്ല എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലെ മൂഢന്മാരാണ്, മഠയന്മാരാണ്. In Proverbs 1 verse 7 it is written, സദൃശവാക്യം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, the fear of the Lord is the beginning of wisdom. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. A person is wise or fool is not depending on his intellectual knowledge. ഒരു വ്യക്തി ജ്ഞാനിയാണോ മൂഢനാണോ എന്നുള്ളത് അവനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, but rather it is totally depending on his knowledge and willingness to obey God. എന്നാൽ നേരെ മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തെ അനുസരിച്ച് നടക്കുവാനുള്ള ഒരുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. There is so much convincing evidence to believe in God. ദൈവത്തെ വിശ്വസിക്കുന്നതിൽ ആണ് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഇന്നുള്ളത്. There is absolutely no convincing evidence that the world philosophy or science cannot provide about the origin of this universe. ഈ ലോകം എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ ആകർഷിക്കുന്ന, നമ്മൾക്ക് നല്ല ബോധ്യം നൽകുന്ന ഒരു തരത്തിലുമുള്ള തത്വശാസ്ത്രങ്ങളോ സയന്റിഫിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സോ ഇല്ല. But rather a God, the case for creator is the best explanation
that you can approach and say for the origin of the entire എന്നാൽ universe. നേരെ മറിച്ച് ഈ ലോക സൃഷ്ടിയുടെ ആരംഭത്തെ അതെങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. And the design of life, and we are existing in this world with our life in itself is a magic. നമ്മുടെ ജീവിതങ്ങള് നമ്മളെ രൂപകൽപ്പന ചെയ്ത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതൊക്കെ വലിയ ഒരു അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമല്ലേ? And this design indeed demands a designer. ഈ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ ഒക്കെ നമ്മളെ സൃഷ്ടിക്കുകയും രൂപകൽപ്പനയും ചെയ്ത ആ ദൈവം അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. And that also pointing out to a creator and designer. ഒരു സൃഷ്ടാവിങ്കിലേക്കും കാര്യങ്ങളെ എല്ലാം നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് തെളിവുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. And the historicity of Lord Jesus Christ, that Lord Jesus Christ was born in this world, he lived for 33.5 years, died and resurrected, is a historical truth that you can go back and understand, and there is no powerful evidence that to deny it historically as well. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രപരമായ താൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അനേക ലക്ഷം തെളിവുകൾ നമ്മുടെ മുമ്പാകെയുണ്ട്. No, there is a foundational truth that is laid. അവിടെ വളരെ അടിസ്ഥാനപരമായ ഒരു സത്യത്തെയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. But the people would overlook on it, and they want to move on by denying his existence. ഈ കാര്യങ്ങളും തെളിവുകളുടെ എല്ലാ മധ്യത്തിലും ഇതിനെയൊക്കെ മറികടന്ന് ദൈവമില്ല എന്നുള്ള വാദമാണ് ഇന്ന് ലോകത്തിൽ പരക്കുന്നത്. Which is foolishness. അത് തീർച്ചയായിട്ടും വളരെ മൂഢതരമാണ്. But there is a more danger foolishness. എന്നാൽ ഇതിനേക്കാൾ വളരെ അപകടകാരിയായ ഒരു മണ്ടത്തരമുണ്ട്. That is the practical atheism. അത് പ്രായോഗിക നിരീശ്വരവാദം എന്നാണ് അതിന് പറയുന്നത്. The people who say that there is God existing, I believe in him, I worship him, I adore him. ആ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്ന് മാത്രമല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുക വരെ ചെയ്യുന്നുണ്ട്. But just look into that person and you may not have any evidences of God's existence by seeing his life and the actions. പ്രായോഗിക നിരീശ്വരവാദത്തിൽ അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അവരിതെല്ലാം പറയുമെങ്കിലും അവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ അവർ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. Because that is practical atheism. അതിനെയാണ് ആ പ്രായോഗിക നിരീശ്വരവാദം എന്ന് പറയുന്നത്. The greatest danger Christianity faced in all through the ages is this problem. ഈ കഴിഞ്ഞ അനേകായിരം വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ക്രൈസ്തവ സഭ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ പ്രായോഗിക നിരീശ്വരവാദമാണ്. We say God exists, ദൈവം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, but we are not willing to give the complete control in his life to demonstrate him to the world. എന്നാൽ ദൈവത്തിന്റെ കയ്യിലേക്ക് പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കാൻ നമുക്കൊരു മടിയാണ്. Now when we consider the wisdom of this world, ഈ ലോകത്തിന്റെ അറിവും പരിജ്ഞാനവും ഒക്കെ നമ്മളൊന്ന് നോക്കുമ്പോൾ we try to analyze and study well to get educational qualification. Everything is good. നമ്മൾ പഠിക്കുകയും കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അങ്ങനെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് വളരെ നല്ല കാര്യമാണ്. But according to the scripture, എന്നാൽ ദൈവവചന പ്രകാരം 1 Corinthians 1:25, 1 കൊരിന്ത്യർ 1:25 the foolishness of God is wiser than man. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാണുന്ന ആ മൂഢത്തരം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരിജ്ഞാനത്തെക്കാൾ അപ്പുറമാണ്. What is easy? ഏതാണ് എളുപ്പം? Trusting in God and saying that I need your divine wisdom, or trusting in my own plans and purposes? ദൈവത്തിൽ വിശ്വസിച്ചത് കർത്താവെ എനിക്ക് അവിടുത്തെ സഹായം എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറയുന്നതാണോ, അതോ ഞാൻ എന്നിൽ തന്നെ നോക്കി സകല കാര്യങ്ങളുടെയും തീരുമാനം എടുക്കുന്നയാള് ഞാനായിരിക്കുക എന്നുള്ളതാണോ? The fourth difference. നാലാമത്തെ വ്യത്യാസം, The foundation. അടിസ്ഥാനം. The first foundation was rock and the second foundation was sand. ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നല്ല ഉറപ്പുള്ള പാറമേലായിരുന്നു, രണ്ടാമത്തെ വീടിന്റെ അടിസ്ഥാനം മണലിന്മേലായിരുന്നു. Now you should understand the geographical context of what Jesus is speaking here. കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്ന അതിനകത്ത് ഭൂമിശാസ്ത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. Now this entire lower Galilee was filled with rocky terrains as well as sand like land. ഈ കർത്താവ് ഈ ഗിരിപ്രഭാഷണം നടന്ന അവിടെ അടുത്തുള്ള ആ പ്രദേശത്തെ ആ സ്ഥലം ഭൂമി പരിശോധിച്ചാൽ അവിടെ രണ്ട് തരത്തിലുള്ള ഭൂമി നമുക്ക് കാണാം. നിറച്ച് പാറ നിറഞ്ഞ ഭാഗങ്ങളുമുണ്ട്, മണൽ നിറഞ്ഞ ഭാഗങ്ങളും ഉണ്ട്. Now there were alluvial sand in those areas. അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള മണലുണ്ടായിരുന്നു. And this one, during the dry season, it will be extremely hard.
ഈ വലിയ ചൂട് വേനൽ സമയത്ത് ഈ മണൽ ഭയങ്കരമായിട്ട് ഇതിന് ചൂട് പിടിക്കും. If we have seen field during the summer, how it would look like because of that clay is hardened, it looks like it is so rocky. നമുക്കറിയാം, നമ്മൾ ഈ വലിയ വേനലുള്ള സമയത്ത് വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ ഭൂമി ഇങ്ങനെ വിണ്ട് കയറിയിരിക്കുന്ന നമുക്ക് കാണാം. അത് കണ്ട ഭയങ്കര ഉറപ്പുള്ളതെന്ന് തോന്നും. Now imagine a person is deciding to build a house during the summer. വേനലിന്റെ സമയത്ത് ഇങ്ങനെയുള്ള ഭൂമിയുടെ മേലെ ഒരാൾ വീട് പണിയുക എന്ന് ചിന്തിക്കുക. It's not foolishness according to him because it looks strong. ആ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഒരിക്കലും മണ്ടത്തരമല്ല. കാരണം അത് കണ്ടാൽ വളരെ ബലവും ഉറപ്പുള്ളതായ ഭൂമിയാണ്. Because he is building his house on a solid land. കാരണം അവൻ നോക്കുമ്പോൾ, ഞാൻ എൻ്റെ വീട് പണിയുന്നത് ഏറ്റവും നല്ല അടിസ്ഥാനം എവിടെയാണ്, നല്ല ഉറപ്പാണ്, ഞാൻ ഇവിടെയാണ് പണിയാൻ പോകുന്നത്. So seemingly he is right. കാഴ്ചയിൽ പ്രഥമ ദൃഷ്ടിയാൽ ഈ മനുഷ്യൻ പറയുന്നത് ശരിയാണ്. But there is storm that would come very soon. പക്ഷെ ഇവിടെ ആ മനുഷ്യൻ ചിന്തിക്കാത്ത ഒരു കാര്യം, വലിയ മഴയും കൊടുങ്കാറ്റും ഒരു ദിവസം വരും. And during the storm, this seems to be solid land would be turned into clay that would just pull that house just into the alluvial sand. അങ്ങനെ കാറ്റും മഴയും വെള്ളപ്പൊക്കവും വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ വളരെ ഉറപ്പായിട്ട് നല്ല പാറ പോലെ ഇരിക്കുന്ന ഈ മനുഷ്യന് തോന്നിയ ഈ മണ്ണ് ഇത് കുതിർന്ന് അവസാനം ഇത് ചേറും ചെളിയുമായിട്ട് മാറുകയും അതിന്റെ മേൽ പടന്ന വീട് പരിപൂർണമായിട്ട് തകരുകയും ചെയ്യും. What is the rock? എന്താണ് പാറ? The rock is God's word. ഈ പാറ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവവചനമാണ്. The wisdom that is revealed in his word is the rock upon which we should build our lives. ദൈവവചനത്തിലൂടെ നമുക്ക് പ്രകാശനം ചെയ്ത് തന്നിരിക്കുന്ന ആ പരിജ്ഞാനമാണ് ഇവിടെ പാറയായിട്ട് നമ്മൾ കാണുന്നത്. And Christ also is pictured as rock. കർത്താവായ യേശുക്രിസ്തുവിനെ പാറയായിട്ട് ദൈവവചനം ചിത്രീകരിക്കുന്നു. That means our lives has to be built upon Christ, the solid rock. യേശുക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേലായിരിക്കണം നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പണിയേണ്ടത്. That is where the church is built. അവിടെയാണ് ആ ഉറപ്പുള്ള പാറമേലാണ് കർത്താവ് സഭയെ പണിത്. 1 Corinthians 3:11, no other foundation can anyone lay than that which is laid, which is Jesus Christ. കർത്താവായ യേശുക്രിസ്തു എന്നുള്ള ഈ ഒരു അടിസ്ഥാനത്തിന്റെ മേൽ വേറെ ആർക്കും പണിയുവാൻ കഴിയുകയില്ല. But on that foundation the apostles and prophets continued the building. യേശുക്രിസ്തുവാകുന്ന ഈ അടിസ്ഥാനത്തിന്മേൽ മാത്രമാണ് അപ്പോസ്തലന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ അതിന്റെ മുകളിലാണ് നിലകൊള്ളുന്നത്. Now the church belongs to Christ. ഈ സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ, Families belongs to Christ. കുടുംബങ്ങൾ കർത്താവിന് ഉള്ളവരാണ്. My personal life belongs to Christ. എന്റെ വ്യക്തിപരമായ ജീവിതം കർത്താവിനുള്ളതാണ്. I am not owning me. എന്റെ മേൽ എനിക്ക് യാതൊരു അവകാശവും ഉടമസ്ഥാവകാശവും ഇല്ല. I am not owning my family. എന്റെ കുടുംബത്തിന്റെയും ഉടമസ്ഥത എന്റെ കയ്യിലല്ല. I am not owning my children. എന്റെ മക്കളുടെ ഉടമസ്ഥൻ ഞാനല്ല. All this belongs to God. ഈ എനിക്കുള്ള സകലതും കർത്താവിനുള്ളതാണ്. And it is my responsibility to make sure that I am making it sure this all and everything is useful unto him. എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കടമയെന്ന് പറയുന്നത് എൻ്റെ കൈവശമുള്ള ഈ കാര്യങ്ങളെല്ലാം, എൻ്റെ കുടുംബം, എൻ്റെ സമയം, എൻ്റെ മക്കളെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. Now what is sand? എന്താണ് മണൽ? The same thing we have already discussed. നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. My feeling, എൻ്റെ വിചാരവികാരങ്ങൾ and my thinking, what my emotion says and what my intellectual knowledge speaks to me. എൻ്റെ ചിന്ത, എൻ്റെ ബുദ്ധി, എൻ്റെ ആശയങ്ങൾ, അതിനെല്ലാം മണലിനോട് നമുക്ക് തുലനം ചെയ്യാവുന്നതാണ്. Bible calls our heart as a deceitful heart. നമ്മൾ വേദപുസ്തകത്തിൽ നമ്മുടെ ഹൃദയം വളരെയധികം വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഹൃദയമാണ്. Our heart can emotionally deceive us. നമ്മുടെ ഹൃദയത്തിലെ ചില ചിന്തകളൊക്കെ നമ്മളെ പരിപൂർണമായിട്ട് ചതിക്കാവുന്നതാണ്. A simple explanation. ഒരു ചെറിയൊരു വിശദീകരണം പറയട്ടെ. When our body is not tired, if our heart tells us that we are tired, we want to sleep rather than just doing something else. നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല, എന്നാൽ നമ്മുടെ ഹൃദയത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മളതറിയാതെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകും. And that is actually how the heart deceives us and takes us away from God, the time that we are supposed to pray, the time that we are supposed to study God's word, the time that we are supposed to spend in God's presence. ഈ ക്ഷീണമാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവവചനം പഠിക്കുന്നതിൽ നിന്നൊക്കെ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത്. Our thinking can deceive us. നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ തീർച്ചയായിട്ടും ചതിക്കാം. I know there is a very serious question that all the generation will ask while they are very young.
വളരെ ചെറുപ്പത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരും ഇപ്പോൾ ചെറുപ്പത്തിലായിരിക്കുന്നവരൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. What is wrong with it? അതിനെന്നാ കുഴപ്പം, എന്നാ തെറ്റെന്നാ, I can just do it. എനിക്ക് ചെയ്യാമല്ലോ, അതിനെന്നാ ഒരു കുഴപ്പവുമില്ല. It may take 10 and 20 years to understand, no, that was wrong for me. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ചിലപ്പം 10-20 വർഷം എടുക്കേണ്ടി വരും. അന്നേരം നമുക്ക് മനസ്സിലാവും, ശരി, അന്ന് ഞാൻ എടുത്ത തീരുമാനം. At this point, reasoning can deceive us, but there is a time that we may recognize that indeed deceived us. നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിലെ ഒരു കാര്യം നമ്മുടെ ബുദ്ധിക്ക് ശരിയാണെന്ന് തോന്നാം, പക്ഷെ അനേക വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, ഞാൻ ചതിക്കപ്പെട്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടെന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. Where do I build my life? എൻ്റെ ജീവിതം ഞാൻ ഏത് അടിസ്ഥാനത്തിന്മേലാണ് പണിയുന്നത്? Is it God's word and Lord Jesus Christ? ആ ദൈവവചനം, കർത്താവായ യേശു ക്രിസ്തു, ആ അടിസ്ഥാനത്തിലാണോ? If it is there, it will stay strong and the solid foundation would take care of it. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആ ഉറപ്പുള്ള പാറ, ആ അടിസ്ഥാനം നമ്മളെ മുമ്പോട്ട് വഹിച്ചുകൊണ്ട് പോയിക്കോളും. Now the fifth difference, അഞ്ചാമത്തെ വ്യത്യാസം, stability versus catastrophe. ആദ്യത്തെ ആ വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥിരത, മറ്റേ സ്ഥലത്ത് സ്ഥിരത ഇല്ലായ്മ അല്ലെങ്കിൽ തകർന്നു പോകാവുന്ന അവസ്ഥ. The first house, when there was wind, rain, as well as the storm, it just stood firm. ആദ്യത്തെ വീട് വലിയ മഴ പെയ്തപ്പോൾ, നദികൾ പൊങ്ങി, കാറ്റടിച്ചപ്പോഴൊക്കെ അത് സുസ്ഥിരമായിട്ട് അവിടെ നിന്നു. But the second house could not stand on it. എന്നാൽ നമുക്ക് അറിയാവുന്ന പോലെ രണ്ടാമത്തെ വീടിന് ഈ കാര്യങ്ങളെ ഒന്നും അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞില്ല, അത് വീണുപോയി. The storms are the time period where our faith is examined. നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും പരിശോധനയിലേക്ക് നമ്മൾ കടക്കുന്നത് ജീവിതത്തിന് നേരെയുള്ള കൊടുങ്കാറ്റുകൾ വരുമ്പോഴാണ്. When we are in summer, in a dry season, where everything is look good, all the foundation would be so nice. മഴയൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കുഴപ്പമില്ല, അടിസ്ഥാനം എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിച്ച് ഇങ്ങനെ ജീവിക്കുന്ന സമയങ്ങളുണ്ട്. But the storm can come at any time. എന്നാൽ കൊടുങ്കാറ്റ്, ഒരു പ്രതിസന്ധി ഏത് സമയം നമ്മുടെ നേരെ. The rain can come at any moment. വൻമഴ എപ്പോൾ വേണമെങ്കിലും വീഴാം. The wind would come into it. കാറ്റ് എപ്പോൾ വേണമെങ്കിലും അടിക്കാം. Now when that happens, അത് സംഭവിക്കുമ്പോൾ that would define where did I build my life and my families. എൻ്റെ വ്യക്തിപരമായ ജീവിതവും എൻ്റെ കുടുംബ ജീവിതവും ഞാൻ എവിടെയാണ് പണിതെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നത് ആ കൊടുങ്കാറ്റ് വരുമ്പോഴാണ്. As I said, the storm is same for both houses. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വീടുകൾക്കും ഈ വന്ന കാറ്റ് ഒരേ കാറ്റ് തന്നെയായിരുന്നു. Same location. ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു. Same looking. കണ്ടാൽ ഒരുപോലെ ഇരിക്കും. But only the foundation was different. എന്നാൽ അവിടെ ഒറ്റ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ, ആ അടിസ്ഥാനം വ്യത്യാസമായി. Where do I build my life? ഞാൻ എൻ്റെ ജീവിതം എവിടെയാണ്? Where do I build my families? എൻ്റെ കുടുംബ ജീവിതത്തെ ഞാൻ എവിടെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്? Is it on Christ and His word? കർത്താവിനും കർത്താവിന്റെ വചനത്തിലുമാണോ? If that is so, the storms can just walk into our lives and we can face it, because it is not me who faces it, because it is He who faces it for me. അങ്ങനെയാണെങ്കിൽ ആ കൊടുങ്കാറ്റ് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് എന്ന ആ ഉറപ്പുള്ള പാറമേൽ നിൽക്കുമ്പോൾ ആ കാറ്റ് നമ്മളെ കടന്നുപോകും, കർത്താവ് നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യും. There's one storm but two outcomes. ഒരേ കാറ്റാണ്, പക്ഷേ രണ്ട് പ്രത്യാഘാതങ്ങളാണ്. Where do I fall in my life? ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? Do I build upon the strong foundation? ഞാൻ ഉറപ്പുള്ള പാറമേലാണോ പണിതിരിക്കുന്നത്? Now when we trust in God and when we believe in Him, when we surrender our lives completely unto Him, He will build it for me. നമ്മൾ കർത്താവിന്റെ മുമ്പാകെ പരിപൂർണമായിട്ട് ആശ്രയം അർപ്പിച്ച് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി ജീവിക്കുമ്പോൾ കർത്താവ് എന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തും. Building a house on rock is not an easy job. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വലിയ ഉറപ്പുള്ള പാറയുള്ള സ്ഥലത്ത് വീട് പണിയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. So hard. വളരെയധികം അധ്വാനിക്കേണ്ട ഒരു കാര്യമാണ്. So expensive. വളരെയധികം പണച്ചെലവുണ്ട് അതിന്. So much time it would take. ഒത്തിരി സമയം എടുക്കും അത്. If you want to build on sand, it is an easy job. എന്നാൽ മണലിന്മേൽ പണിയാണെങ്കിൽ വളരെ ഈസിയാണ്. Within 1 year, that job, if 1 year take for building on a house on a stand, it may take 10 or 20 years to build a house on the rock. മണലിന്മേൽ ഒരു വീട് പണിയാൻ 1 വർഷം എടുക്കുമെങ്കിൽ പാറമേൽ പണിയാൻ ചിലപ്പോൾ 10 വർഷം എടുത്തേക്കാം. And people may look and say, this fellow is fool. പുറമേ നിന്ന് കാണുന്നവർ പറയും, എന്തൊരു മണ്ടൻ, ആ മണലിന്റെ മുകളിൽ പണിതാ പോരായിരുന്നോ, പെട്ടെന്ന് തീർന്നേനെ. Why can't he finish his job very easily? വളരെ ലളിതമായിട്ട് ഈ ജോലി അങ്ങ് പൂർത്തീകരിക്കാം. Why this much of hard work? എന്തിന് ഇത്ര അധികം കഷ്ടപ്പെടുന്നു? But
the storm can come at any time. എന്നാൽ കൊടുങ്കാറ്റ് എപ്പോൾ വേണമെങ്കിലും അടിക്കാം. What looks easy, എന്താണ് നമ്മുടെ മുമ്പിൽ വളരെ ലളിതമെന്ന് തോന്നുന്നത്, that also can be broken very fast. അത് വളരെ പെട്ടെന്ന് നശിപ്പിക്കപ്പെടുവാൻ സാധ്യതയാണ്. Foundation can be shaken, അടിസ്ഥാനം കുലുങ്ങിപ്പോകും. but when it is on rock, എന്നാൽ പാറമേലാണ് അടിസ്ഥാനമെങ്കിൽ storm cannot touch it. കൊടുങ്കാറ്റിനൊന്നും ചെയ്യാൻ കഴിയും. The wind cannot blow it. ആ കാറ്റ് അതിന്മേലൊന്നും അതിന്റെ പ്രഹരണ ശേഷി വളരെ കുറവായിരിക്കും. The rain water will not reach there, ആ വെള്ളപ്പൊക്കത്തിൽ ആ വീട് നശിച്ചു പോകുകയില്ല. because it is the rock that protects. കാരണം ആ ഉറപ്പുള്ള പാറ അതിനെ സംരക്ഷിക്കും. Dear ones, പ്രിയപ്പെട്ടവരെ, how do our lives looks like? നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ചാലോ? Where do I build myself? നമ്മൾ എവിടെയാണ് പണിയപ്പെട്ടിരിക്കുന്നത്? Am I a wise builder? ഞാൻ ബുദ്ധിയുള്ള പരിജ്ഞാനമുള്ള ഒരു ശില്പിയാണോ? Is God is really working in my life? ദൈവം എൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? Am I looking for the outward beauty or the inward strength? ഞാൻ വളരെ പ്രത്യക്ഷതയിൽ കാണുന്നുള്ള ആ ഭംഗിയിലാണോ ശ്രദ്ധിക്കുന്നത്, അതോ ആന്തരികമായിട്ടുള്ള ഉറപ്പിലാണോ ശ്രദ്ധിക്കുന്നത്? In unexpected times, the storms can walk into our life. വളരെ അപ്രതീക്ഷിതമായ സമയത്ത് കാറ്റ് വരാം. Do not be shaken. ഒരിക്കലും നമ്മൾ കുലുങ്ങി പോകാനിടയായി. Let our foundation stay strong. നമ്മുടെ അടിസ്ഥാനം എന്നും ഉറപ്പുള്ള പാറമേലായിരിക്കും. May the Lord Himself help us that we may build upon the rock, laying a strong foundation, that the building may stay strong. ക്രിസ്തു എന്ന പാറമേൽ നമുക്ക് ഉറപ്പോടുകൂടി പണിയുവാനും അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനിടയാകട്ടെ. May the Lord bless us with these words. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. May the name of the Lord alone be glorified forever. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Shall we look unto the Lord in a word of prayer? പ്രാർത്ഥിക്കാം.